ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് മെയ്ജ് ഷെർലോക്കിനെ കൊല്ലുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാർഡനസ് ദമ്പതികളുടെ ഒരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. കാർഡനസ് ദമ്പതികൾ ആ വീട്ടിലേക്ക് താമസം മാറിയ സമയം, കാശുണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല അവസരമാണ്, ഇതൊരു പുതിയ തുടക്കമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു വരുന്ന സമയത്താണ് ആകാശത്ത് നിന്ന് ഒരു കപ്പൽ അവിടെ ഉണ്ടായിരുന്ന ഫീൽഡിൽ വന്ന് വീഴുന്നത്. അത് കണ്ട് അവർ ശരിക്കും അതിശയിക്കുന്നുണ്ട്. കാരണം കിലോമീറ്ററുകൾ അടുത്ത് പോലും അവിടെയൊന്നും കടലോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എങ്ങനെയാണ് ആ ഷിപ്പ് അവിടെ വന്നതെന്ന് ഓർത്ത് അവർ ശരിക്കും അതിശയിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്തിരിക്കുന്ന സമയത്താണ് ഒരു കുട്ടിയുടെ കരച്ചിൽ ഷിപ്പിൽ നിന്ന് അവർ കേൾക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അർണോൾഡ് കാർഡനസും പറഞ്ഞ ഒരു കാര്യം ഓർക്കണം. അവർ ഷിപ്പിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു മനുഷ്യനെ അല്ല എന്ന്. അപ്പോ അവർ എന്നുദ്ദേശിച്ചത് ഇവരെ തന്നെയായിരിക്കും. അർണോൾഡ് കാർഡനസിന്റെ മാതാപിതാക്കളായിട്ടുള്ള കാർഡനസ് ദമ്പതികൾ. അവർ കൊണ്ടുവന്നതാകട്ടെ ഈ കുട്ടിയെയും ആയിരിക്കണം. പിന്നെ കാണിക്കുന്നത് സൂസിയെയാണ്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേഹമാസകലം അഴുക്കുമായിട്ട് വൈക്കോലിന്റെ ഇടയിലാണ് സൂസി കിടക്കുന്നത്. അപ്പോഴേക്കും സൂസിയുടെ മകൻ അവിടെ എത്തിയിട്ട് പറയുകയാണ്, അമ്മ ഇവിടെയുണ്ടോ? എന്നെ തേടി വന്നതായിരിക്കുമല്ലേ? അമ്മയ്ക്ക് എന്നോട് ഇത്രയ്ക്കും സ്നേഹം ഉണ്ടായിരുന്നല്ലേ? അമ്മ എന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്നെ വേണ്ട എന്നൊക്കെ കരുതിയാണ് എപ്പോഴും ഞാൻ അമ്മയോട് ദേഷ്യത്തോടെ പെരുമാറിയിരുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട്. ഞാനും അമ്മയെ തിരിച്ചു സ്നേഹിക്കും, അമ്മയെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ സൂസി ഉടനെ തന്നെ മാന്ത്രിക വടി ഉപയോഗിച്ച് അവനെ ഒരു തവളയാക്കി മാറ്റുന്നു. എന്താണ് ആ പ്രാന്തിയുടെ മനസ്സിൽ എന്ന് ദൈവത്തിനറിയാം. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ടോഡും പാറയും എല്ലാവരും അവിടെയാണ് ഉള്ളത്. പരിപാടി നടന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അവർ ഇവിടെ എത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഉറക്കത്തിൽ നിന്ന് ആദ്യം ഉണരുന്നത് ടോഡാണ്. പിന്നെ ഫാറ, ടീന, അങ്ങനെ എല്ലാവരും ഉണരുന്നു. കഴിഞ്ഞ ദിവസം അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് അവർക്ക് പോലും അറിയില്ല. അവരെ കൂടാതെ കുറെ ആളുകളും അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എല്ലാവരും അടിവസ്ത്രത്തിലാണ് ഇരിക്കുന്നത്. ടീന അതിനെക്കുറിച്ചൊന്നും ബോധേഡായിരുന്നില്ല. ഫാറയാകട്ടെ കിട്ടിയ ഡ്രസ്സൊക്കെ ഉടുത്തൊടുക്കുന്നു. അതിനുശേഷം ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് ടീന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കുന്നു. ടോഡാകട്ടെ ഡെറിക് എവിടെ എന്ന് ചോദിക്കുന്നു. ഡെറിക് വേറെ എങ്ങും ആയിരുന്നില്ല, ബാർട്ടിന്റെ അടുത്തായിരുന്നു. ബാർട്ട് വിളിക്കുമ്പോഴാണ് ഡെറിക് ഞെട്ടി ഉണരുന്നത്. ബാർട്ട് പറയുകയാണ്, ഇന്നലെ നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ചുംബിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നു. എന്നാൽ ബാർട്ടിനെ കണ്ട ഉടനെ തന്നെ പേടിച്ച് ദൂരെ നിന്നുകൊണ്ടാണ് ഡെറിക് സംസാരിക്കുന്നത്. അതെല്ലാം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് അവൻ പറയുന്നു. അവന്റെ പേടി കണ്ട് ബാർട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പോഴും പേടിയാണോ? അതൊക്കെ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ്. എന്നിട്ടും ഇപ്പോഴും ഞാൻ നിന്നെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡെറിക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് ലോക്കപ്പ് തുറക്കാൻ സാധിക്കുന്നില്ല. ബാർട്ടിന് മാത്രമേ നിഷ്പ്രയാസം അത് ചെയ്യാനാവുകയുള്ളൂ. ബാർട്ട് ആകട്ടെ ഡെറിക്കിന്റെ അടുത്തെത്തിയിട്ട് പറയുകയാണ്, എല്ലാം കണക്റ്റഡ് ആണ്. എവിടെയാണോ നീ ആയിരിക്കേണ്ടത് അവിടേക്ക് നിന്നെ പ്രപഞ്ചം നയിക്കും. ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ നീ സംസാരിക്കാറില്ലേ? നീയും എന്റെ പോലെ തന്നെയാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോഴും നിനക്ക് കൃത്യമായിട്ട് അറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ഹോളിസ്റ്റിക് അസാസിൻ ആണ്. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഇതൊന്നും നല്ല രീതിയിലല്ല അവസാനിക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷം അവന് പോകാൻ വേണ്ടി ലോക്കപ്പ് തുറന്നു കൊടുക്കുന്നു. ഡെറിക് ആകട്ടെ ശരിക്കും ആ വാക്കുകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് കാർഡനസിന്റെ വീട്ടിൽ ആ കുട്ടി വരച്ച ചിത്രങ്ങൾ നോക്കി നിൽക്കുന്ന മേജിനെയാണ്. മേജിന്റെ അടുത്തേക്ക് സൂസി വന്നിട്ട് ഡെറിക്കിനെ കൊല്ലാൻ സാധിച്ചില്ല, തനിക്ക് ഒരവസരം കൂടി തരാൻ പറയുന്നു. എന്നാൽ ആ ചിത്രങ്ങൾ കണ്ട് ആകെ നിരാശയിലായിരുന്ന മേജ് പറയുകയാണ്, ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും ആകുലപ്പെടേണ്ട. ശേഷം ആ ചിത്രങ്ങളെ കുറിച്ചൊക്കെ സൂസിയോട് പറയുന്നു. അത് കേട്ട് സൂസി പറയുകയാണ്, ഇത് വെറും ചിത്രമല്ലേ? എന്നാൽ മേജ് പറയുകയാണ്, ഒരിക്കലുമല്ല. ഞാൻ ചെയ്ത വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരെയും ഞാൻ കൊന്നതാണ്. അത് മാത്രമല്ല, ഇതിന്റെ എല്ലാത്തിന്റെയും അവസാനം നോക്കൂ, ഞാൻ പരാജയപ്പെടുകയാണ്. ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരു കൺക്ലൂഷനിലാണ്. ഞാനൊരു ദുഷ്ട വ്യക്തിയാണ്, ആരുടെയോ പപ്പറ്റാണ്. ഇത് വരച്ചത് തീർച്ചയായും ആ കുട്ടിയായിരിക്കും. ഡെറിക് അവനെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. എന്നാൽ അതെല്ലാം കേട്ട് സൂസി അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കുട്ടിയെ കൊന്നാൽ എല്ലാ പ്രശ്നവും തീരില്ലേ എന്ന് പറയുന്നു. എന്നാൽ ദേഷ്യത്തിലായിരുന്ന മേജ് വിഡ്ഢിത്തരം പറയല്ലേ എന്ന് പറയുന്നു. സൂസി ആകട്ടെ അത് കേട്ട് പറയുകയാണ്, ഇല്ല, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നതാണ്, എന്നെ ഒരു രാജ്ഞിയായി വാഴിക്കുമെന്ന്. നിങ്ങൾക്ക് ഇത് ഒരു ഫാന്റസി ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷേ ഇതെല്ലാം തന്നെ റിയൽ ആണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം തന്നെ റിയൽ ആണ്. പിന്നെ കാണിക്കുന്നത് സൂസിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പാൻഡോട്രോസ്റ്റിന് അവളെ അറിയാമോ എന്ന് ടോഡും മറ്റുള്ളവരും ചോദിക്കുന്നതാണ്. എന്നാൽ അവരെ കണ്ടിട്ട് പോലുമില്ല എന്ന് പാൻഡോട്രോസ്റ്റ് പറയുന്നു. ചിലപ്പോൾ അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതായിരിക്കുമോ എന്ന് പാൻഡോട്രോസ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ടോഡ് പറയുകയാണ്, ഒരിക്കലുമില്ല, അവർ ഡെറിക്കിനെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ്. ഡെറിക്കിന്റെ നേരെ
പാഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ടതല്ലേ. ശേഷം ടോഡ് ഡെറിക്കിനോട് പറയുകയാണ്, ഒരുപക്ഷെ അവർക്ക് ആ മാജിക്കൽ സ്റ്റിക്ക് വാൻഡിമോറിൽ നിന്ന് കിട്ടിയതാണെങ്കിലോ, അമാൻഡയും അതുപോലെ ആയിരിക്കും അവിടെ എത്തിച്ചേർന്നത്. ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ടീന ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സൂസി അവർക്കെതിരെ അറിയാതെ പ്രയോഗിച്ചു പോയത് ലവ് സ്പെൽ ആയിരുന്നു, അതുപോലും അറിയാതെ പ്രയോഗിച്ചു പോയതാണെന്നാണ് ടോഡ് പറയുന്നത്. ടോഡിനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. അവസാനം പ്രോപ്പർ ആയിട്ടുള്ള കൺക്ലൂഷനിൽ എത്തുന്നത് ഡെറിക് ആണ്. ഡെറിക് ട്രോസ്റ്റിനോട് പറയുകയാണ്, മേജ് അവന്റെ അസിസ്റ്റന്റിനെ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ അസിസ്റ്റന്റ് സൂസി ആയിരിക്കാം. അത് മാത്രമല്ല, ഈ പ്രവചനം എഴുതപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് അയാൾക്കും ഈ പ്രവചനത്തെ പറ്റി അറിയാമായിരിക്കാം. ഞാനാണല്ലോ ആ കുട്ടിയെ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത്. അത് കേട്ട് ടോഡ് പറയുകയാണ്, അത് ശരിയായിരിക്കാം. ഒരുപക്ഷെ ആ മാന്ത്രിക ശക്തി ഉപയോഗിച്ചായിരിക്കും ബോബിനെ അവർ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ബോബ് നമ്മളെ അറ്റാക്ക് ചെയ്തത്. മിക്കവാറും പാൻഡോട്രോസ്റ്റിന് മുമ്പേ മേജ് ഇവിടെ എത്തിയതായിരിക്കണം. പാൻഡോട്രോസ്റ്റ് അതെല്ലാം കേട്ടിട്ട് പറയുകയാണ്, മേജ് ഒരു മോൺസ്റ്റർ ആണ്. ഫണ്ണിന് വേണ്ടി ഞങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങളാണ് അയാൾ ഇല്ലാതാക്കിയത്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വലിയ അപകടത്തിലാണ്. ടീനയ്ക്ക് ഉടനെ തന്നെ ഒരു ഐഡിയ തോന്നുകയാണ്. കാരണം സ്കോട്ടിന്റെ ഫോൺ അവരുടെ അടുത്തുണ്ടായിരുന്നു. സ്കോട്ട് എന്നത് സൂസിയുടെ മകന്റെ പേരാണ്. ആ ഫോൺ ഉപയോഗിച്ച് അവർ സൂസിയെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, സ്കോട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവൻ ഇപ്പോൾ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേജിന്റെ പേരൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഉടനെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്കോട്ട് തവളയുടെ രൂപത്തിൽ സൂസിയുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂസി പറയുകയാണ്, ടീന, നിങ്ങൾ എന്തിനാണ് എന്നോട് നുണ പറയുന്നത്? എനിക്ക് നിങ്ങളെ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല. ഇന്നലെ ഞാൻ നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചു. എന്നെ കളിയാക്കുന്ന രീതിയിൽ ഡാൻസും ബഹളവുമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതിനെ കുറിച്ച് അവർക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ലവ് സ്പെൽ ആയിരുന്നു സൂസി അവിടെ പ്രയോഗിച്ചത്. അത് എന്താണ് എന്ന് പോലും സൂസിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സൂസി ആകട്ടെ തുടർന്ന് പറയുകയാണ്, വീണ്ടും ആളുകൾ എന്നെ നോക്കി കളിയാക്കി ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. ആ ചോരയിൽ ഞാൻ കുളിക്കും. അത് കേട്ട് സംഗതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ടോഡിനും മറ്റുള്ളവർക്കും മനസ്സിലാകുന്നു. ഫാറ പറയുകയാണ്, എന്റെ ഗണ്ണ് തിരിച്ചു തരേണ്ട സമയമായിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ബ്ലാക്ക് വിങ് ആണ്. എന്നോട് ക്ഷമിക്കണം, ഒരു പാർട്ട് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. റൗഡി 3 കൂടി മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ സർജന്റ് നല്ല ദേഷ്യത്തിലായി. അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ കെന്നിന് അയാൾ നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു മുറിയിലാക്കി. കമ്പ്യൂട്ടേഴ്സും നല്ല സൗകര്യങ്ങളുമുള്ള ഒരു മുറി തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഏറെ നാളുകൾക്ക് ശേഷം അത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ നല്ല ഹാപ്പി ആയിരുന്നു. സർജന്റ് കുറെ മണ്ടത്തരങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കുന്നുണ്ട്. അയാളുടെ കൂടെ ലെഫ്റ്റനന്റ് അസിസ്റ്റന്റ് എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് എന്നത് അയാളുടെ പേരായിരുന്നു. എന്നാൽ അസിസ്റ്റന്റ് എന്ന് കേട്ടപ്പോൾ അത് അയാളുടെ അസിസ്റ്റന്റ് ആയിരിക്കുമെന്ന് കരുതിയാണ് സർജന്റ് പെരുമാറിയത്. അതുകൊണ്ടായിരുന്നു ബ്ലാക്ക് വിങ്ങിലുണ്ടായിരുന്ന ഓരോ സബ്ജക്റ്റുകളെയും നല്ല രീതിയിൽ സർജന്റ് നിരീക്ഷിക്കാതിരുന്നത്. വീണ്ടും ഈ സീനിലേക്ക് വരാം. കെന്ന് നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, തെറ്റിന് പുറമെ തെറ്റുകളാണല്ലോ നീ ചെയ്തുകൊണ്ടിരുന്നത്. സർജന്റ് അത് കേട്ട് പറയുകയാണ്, എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ ഇതിനൊരു പരിഹാര മാർഗം പറയൂ. അവരെ പിടിച്ചുകൊണ്ടുവരാനാകുമോ? കെൻ പറയുകയാണ്, അതിനാദ്യം ആ സ്ഥലത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകണം. ഇത്രയുമായിട്ടും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ലല്ലോ. പ്രീസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ആദ്യം പോലീസുകാരുടെ വണ്ടിയിൽ ഒരു ട്രാക്കർ പിടിപ്പിക്കണം. എങ്കിൽ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകും. കെന്ന് ആ പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നല്ലോ. പോലീസുകാരുടെ കൂടെ തന്നെയായിരുന്നല്ലോ ഡെറിക്കും മറ്റുള്ളവരും. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് സർജന്റ് പറയുന്നത്. കെൻ ആണെങ്കിൽ പ്രീസ്റ്റിനെ കണക്ട് ചെയ്തു തരാൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് അമാൻഡയെയും മറ്റുള്ളവരെയുമാണ്. മാർട്ടിൻ അമാൻഡയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ എങ്ങനെയാണ് നിന്റെ മാജിക്കൽ പവർ ഉപയോഗിച്ച് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്? അമാൻഡ പറയുകയാണ്, അറിയില്ല, ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, ഒന്നിനെ പറ്റിയും കെയർ ചെയ്യുന്നില്ല, കാമായിട്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും അവർ എവിടെയാണ് ഉള്ളതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അമാൻഡയാകട്ടെ മാർട്ടിനോട് അവസാനം ഇങ്ങനെ പറയുന്നു, എങ്ങനെ വീട്ടിലെത്താം എന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. മാർട്ടിൻ പറയുകയാണ്, അപ്പോ നിനക്ക് മാജിക് ഒന്നും പഠിക്കണ്ടേ? പഠിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പോകാനല്ലേ ആഗ്രഹം? മാർട്ടിൻ പറയുകയാണ്, ഒരിക്കലുമില്ല, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഞങ്ങൾ അവിടെ ആകേണ്ടി വന്നാനെ. ഇനി മുതൽ നീ ആയിരിക്കും ഞങ്ങളുടെ ഇൻചാർജ്. നീ എവിടെയാണോ അവിടെയായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. അത് കേട്ട് കഴിയുമ്പോൾ അമാൻഡ അല്പം ഇമോഷണൽ ആകുന്നുണ്ട്. സന്തോഷത്തോടെ മാർട്ടിനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഡെറിക്കിന്റെയും മറ്റുള്ളവരുടെയും അടുത്തേക്ക് ടീന ഓടി വന്ന് ഇങ്ങനെ പറയുന്നതാണ്, സ്റ്റേഷനിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജുകളാണ് പാസ് ചെയ്തു പോകുന്നത്. അത് മാത്രമല്ല അതുവഴി ഒരുപാട് ഗവൺമെന്റിന്റെ വണ്ടികൾ പോകുന്നു, ഹെലികോപ്റ്ററുകൾ വന്നു പോകുന്നു. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ അത് ബ്ലാക്ക് വിങ്ങിന്റെ പരിപാടിയാണെന്ന് ഡെറിക്കിനും മറ്റുള്ളവർക്കും മനസ്സിലാകുന്നുണ്ട്. ടീനയാകട്ടെ അതിനുശേഷം തുടർന്ന് പറയുകയാണ്, ഷെർലോക്കും കഴിഞ്ഞ
ദിവസം എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എന്റെ ഫോൺ സൈലന്റിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. ടെൻഷൻ അടിച്ചാണ് അവൻ ആ സന്ദേശം അയച്ചിരിക്കുന്നത്. കാർഡിനസിന്റെ വീടിന്റെ പരിസരത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം അയച്ചിരിക്കുന്നത്. സാധാരണ ഷെർലോക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല. അവൻ അത്രമാത്രം ടെൻസ്ഡ് ആയിരുന്നെങ്കിൽ തീർച്ചയായും അവൻ എന്തൊക്കെയോ അപകടം പറ്റിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ്? നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ടോഡ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് കാർഡനസിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം. അവിടെയാണല്ലോ വാൻഡിമോറിലേക്ക് പോകാനുള്ള പോർട്ടൽ ഉള്ളത്. അത് മാത്രമല്ല ഷെർലോക്കും വിളിച്ചത് അവിടെ നിന്നാണല്ലോ. എന്നാൽ ഡെറിക് പറയുകയാണ്, സന്ദേശത്തിൽ ഷെർലോക്ക് അവിടെയാണ് എന്ന് പറഞ്ഞെങ്കിലും അവൻ ഒരുപക്ഷെ അവിടെ ആകണമെന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. ഇത് വളരെ അപകടം പിടിച്ച കേസാണ്. നമ്മൾ ഇത് ഉടനെ തന്നെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. മോണ എന്നോട് പറഞ്ഞത് ആൺകുട്ടിയെ കണ്ടുപിടിക്കാനാണ്. ഞാൻ അയാളെ കണ്ടുപിടിച്ചു. അത് അർണോൾഡ് കാർഡനസ് ആണ്. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം കാർഡനസിന്റെ വീടാണ്. അയാളും പാരന്റ്സും കൂടി അവിടെയാണ് ജീവിച്ചത്. അതുമാത്രമല്ല പാൻഡോട്രോസ്റ്റിനെ പോലും അയാൾക്ക് മനസ്സിലായി. ആ ചിത്രങ്ങളെ കുറിച്ചും അയാൾക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും ആ കുട്ടി അയാൾ തന്നെയാണ്. ഇതിന്റെയൊക്കെ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരമൊന്നുമില്ല. മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ഒന്നും തന്നെ എനിക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. എത്രമാത്രം വേഗത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യുന്നുവോ അത്രമാത്രം എല്ലാവരും സുരക്ഷിതരായിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടാണ് ഡെറിക് അങ്ങനെ പറഞ്ഞത്. ടോഡ് അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ വാൻഡിമോറോ, പാൻഡോട്രോസ്റ്റും അമാൻഡയുമോ? അവസാനം വേറെ നിവർത്തിയില്ലാതെ ഡെറിക് പറയുകയാണ്, അങ്ങനെയെങ്കിൽ അർണോൾഡിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അയാൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനാവുകയുള്ളൂ. അവിടെ എത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉടനെ തന്നെ കേസ് ക്ലോസ് ചെയ്യണം. ഡെറിക്കിന്റെ ആ പെരുമാറ്റം കണ്ട് ടോഡും ഫാറയും ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത് എന്ത് പറ്റിയെന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ പഴയതുപോലെ ആകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ടോഡാകട്ടെ അതിനുശേഷം എയർ പുറന്തള്ളുന്ന ഗൺ എടുക്കാൻ വേണ്ടി പോകുന്നു. ഡെറിക് അത് എടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പോകുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് പ്രീസ്റ്റ് അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കെന്നിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് ചെയ്തത്. പ്രീസ്റ്റ് അതെല്ലാം കണ്ടതിന് ശേഷം സർജന്റിനോട് പറയുകയാണ്, നിന്നോട് പോലീസ് വാഹനത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞില്ലേ, ആ വ്യക്തിക്ക് ഒരു ഡോണറ്റ് വാങ്ങിച്ചു കൊടുത്തോളൂ. പിന്നെ കാണിക്കുന്നത് അമാൻഡയെയാണ്. വക്തി വാപ്പനസി അമാൻഡയെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ കൈമുക്കിയാണ് അവളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമാൻഡയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനാകുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ പേടി മൂലമാണ് എന്നാണ് അവൾ പറയുന്നത്. വക്തി വാപ്പനസി അപ്പോൾ അവൾക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫിലോസഫി ഒക്കെ പറയുന്നുണ്ട്. ഭയം എന്നത് മറ്റുള്ള വസ്തുക്കളെ പോലെ തന്നെ അവളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. ഇതെല്ലാം തന്നെ അവളുടെ ഇല്യൂഷൻസ് ആണ്. അതിനെയെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവൾ വിജയിക്കുമെന്ന് പറയുന്നു. ശേഷം അവൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് അവളുടെ കയ്യിൽ കത്തി കയറിയിരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും വക്തി വാപ്പൻസിയുടെ വാക്കുകൾ ഫോളോ ചെയ്ത് അവൾ ആ കത്തി ഊരിയെടുക്കുന്നു. ഉടനെ തന്നെ അവൾക്ക് ആ വേദന പോവുകയും ചെയ്യുന്നു. മാത്രമല്ല അവളുടെ കയ്യിലെ മുറിവ് പോലും അപ്രത്യക്ഷമാകുന്നുണ്ട്. വക്തി വാപ്പൻസി അവളോട് പറഞ്ഞിരുന്നു, ഇതെല്ലാം തന്നെ നിനക്ക് റിയൽ ആക്കാൻ സാധിക്കും. ഇത് നിന്റെ സൂപ്പർ പവർ ആണ്. ഒരേ സമയം ഇല്യൂഷനുമാണ്. അതേസമയം തന്നെ ഇത് നിനക്ക് റിയൽ ആക്കാനും സാധിക്കും. നീ അതിന്റെ കൺട്രോൾ ഏറ്റെടുത്താൽ മാത്രം മതി. അവസാനം കത്തി മാത്രം അവൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അവസാനം ഒരുപാട് സന്തോഷത്തോടെ വക്തി വാപ്പനസിയെയും അവൾ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഡെറിക്കും മറ്റുള്ളവരും ഹോസ്പിറ്റലിൽ എത്തുന്നതാണ്. അവിടെ വെച്ച് ടീനയ്ക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഫാറ പേര് മാറ്റി ആ പോലീസുകാരനെ അറിയാവുന്ന പോലെ അയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങൾ ഈ ഇടയ്ക്ക് ഷെർലോക്കിനെ കണ്ടിരുന്നോ? ഞങ്ങൾ എത്രയൊക്കെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ പോലീസുകാരൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടിരുന്നു. ഒരു പ്രധാനപ്പെട്ട കേസായിരുന്നു ഷെർലോക്ക് ഡീല് ചെയ്തിരുന്നത്. ഷിപ്പിങ്ങിന്റെ സമയത്ത് കുറെ ഗണ്ണുകൾ മിസ്സിംഗ് ആയി. സസ്പെക്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയ വ്യക്തിയാകട്ടെ വായുവിൽ അദൃശ്യമായി പോയി. ആകെ ഞങ്ങൾക്ക് കിട്ടിയത് അവർ പേയ്മെന്റിന് ഉപയോഗിച്ച ഒരു ഗോൾഡ് ബാർ മാത്രമാണ്. അതിൽ കെ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫെയറി ടെയിൽ പോലെ ഉണ്ടായിരുന്നു അതെല്ലാം. അവർക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മേജിന്റെ പ്രവർത്തികളാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. ശേഷം ആ പോലീസുകാരനോട് ബായ് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഡെറിക്കും ടോഡും അതിനുശേഷം അർണോൾഡിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് മോണയെ അറിയാമോ? അറിയില്ല എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അവരുടെ വീടിന്റെ ഉള്ളിലുള്ള വീടിനെ കുറിച്ചും എയർ ഗണ്ണിനെ കുറിച്ചുമാണ് ചോദിക്കുന്നത്. അത് ആരുണ്ടാക്കി തന്നതാണ്? വാൻഡിമോറിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ അർണോൾഡ് അതിന് ഉത്തരം പറയുന്നത് വാൻഡിമോർ ശരിക്കും ഇല്ല എന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ താൻ അവിടെ സേഫ് ആയിട്ട് എത്തിയാനെ എന്ന് പറയുന്നു. അതിനുശേഷം ആ കഥകളൊക്കെ പറയുകയാണ്. പാപ്പി എന്ന് മുമ്പ് ഒരു എപ്പിസോഡിൽ അയാൾ പറഞ്ഞത് അയാളുടെ ഫാദറിനെ കുറിച്ച് തന്നെയായിരുന്നു. അയാളുടെ ഫാദറും മദറും തമ്മിൽ പൈസയുടെ പേരിൽ എപ്പോഴും തല്ലുപിടുത്തം ഉണ്ടാകുമായിരുന്നു. കെല്ലും എന്നു പേരുള്ള ഒരു കമ്പനി
അവളുടെ ലാൻഡ് വാങ്ങാൻ തയ്യാറായി. അമ്മയ്ക്ക് അത് വിൽക്കണമായിരുന്നു, പക്ഷേ അച്ഛന് അവിടം വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. ശേഷം നടന്ന കാര്യങ്ങൾ അയാൾ ക്ലിയർ ആയിട്ട് പറയുന്നില്ല എങ്കിലും അവർക്ക് മനസ്സിലാകുന്നു അയാളുടെ അമ്മയാണ് അച്ഛനെ കൊന്നിട്ടുണ്ടാവുക എന്ന് ആ കത്രിക ഉപയോഗിച്ച്. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. അവസാനം അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടോഡ് ചോദിക്കുകയാണ്, വാൻഡിമോർ എന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അയാൾ പറ്റുമെന്ന് പറയുന്നു. വാൻഡിമോർ ഇല്ല എന്ന് അയാൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. അയാളെ സേഫ് ആയിട്ട് വാൻഡിമോറിൽ എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. വാൻഡിമോർ നല്ല സ്ഥലമാണ്, സുരക്ഷിതമായ സ്ഥലമാണ് എന്നൊക്കെയാണ് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ ആരാണ് അയാളോട് പറഞ്ഞത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. ഈ എപ്പിസോഡുകളിലല്ല, വരുന്ന എപ്പിസോഡുകളിലൊക്കെ. പുറത്താണെങ്കിൽ പ്രീസ്റ്റ് ഹോസ്പിറ്റൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കെൻ കയറി സംസാരിക്കുന്നു. പ്രീസ്റ്റ് അത് ആരാണെന്ന് ചോദിക്കുന്നു. സർജന്റ് അപ്പോൾ അത് ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡെറിക്കിനെ അറിയാവുന്ന വ്യക്തിയാണ്, പുതിയ സഹായിയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കെൻ അതിനുശേഷം അപ്ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചറിയുന്നു. അപ്പോഴാണ് സൂസി അങ്ങോട്ട് വരുന്നത്. അതിനെക്കുറിച്ചും കെന്നിന് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ സൂസി ആരാണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പോകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സൂസി ആകട്ടെ ഇപ്രാവശ്യം മാജിക് സ്റ്റിക്ക് ടേപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം വലിഞ്ഞു മുറുകി കെട്ടിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ തട്ടിപ്പറിച്ചു വാങ്ങി നിഷ്പ്രയാസം അവരെ കൊന്നു കളയുന്നു. ആ ശബ്ദം കേട്ട് നേരത്തെ ടീന സംസാരിച്ച പോലീസുകാരനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അയാളെയും നിഷ്പ്രയാസം കൊന്നു കളയുന്നു. ആ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് ഒരുപാട് വരുന്നുണ്ടെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മാജിക്കൽ സ്റ്റിക്ക് ഉപയോഗിച്ച് സൂസി അവരെ എല്ലാവരെയും കൊന്നു കളഞ്ഞിരുന്നു. ആളുകളാകട്ടെ പുറത്തേക്ക് വിരണ്ടോടുന്നു. പ്രീസ്റ്റ് അക്കാര്യവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ് എന്ന് പറയുന്നു. കെൻ അപ്പോൾ പറയുകയാണ്, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ബ്ലാക്ക് വിങ്ങിലെ സബ്ജക്റ്റുകൾക്കൊന്നും സംഭവിക്കരുത്. അവിടെയുള്ള സാധാരണക്കാർക്ക് എന്തു പറ്റിയാൽ പോലും കുഴപ്പമില്ല എന്ന് കെന്ന് പറയുന്നുണ്ട്. അത് പ്രീസ്റ്റിന് ശരിക്കും ഇഷ്ടമാകുന്നു. അകത്താകട്ടെ ശബ്ദകോലാഹലങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഡെറിക്കിനും ടോഡിനും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഉടനെ തന്നെ അർണോൾഡിനെ ഒരു വീൽ ചെയറിലാക്കി അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ കുറച്ച് പോകുമ്പോൾ തന്നെ സൂസി അവരുടെ മുന്നിലെത്തിയിരുന്നു. ഉടനെ തന്നെ ഫാറയും ടീനയും കൂടി പ്ലാൻ ചെയ്ത് സൂസിയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഫാറ സൂസിയുടെ ഹെഡിൽ പോലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നെറ്റിയിൽ വെടി കൊണ്ടിട്ട് പോലും മാജിക്കൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ബുള്ളറ്റ് സൂസി തിരികെ എടുത്തിരുന്നു. അത് കണ്ട് അവർ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. ടീന കവർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ സൂസിക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ടീന ഒരു മുറിയുടെ ഉള്ളിൽ കയറുന്നു. ടോഡിനാകട്ടെ ഇതേ സമയം ഒരു ബുദ്ധി തോന്നി അവിടെ ഉണ്ടായിരുന്ന എമർജൻസി സൈറന്റെ ബട്ടൺ അമർത്തുകയാണ്. ആ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ തിക്കിനും തിരക്കിനും ഇടയിലൂടെ അർണോൾഡിനെയും കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ മുന്നിലുള്ള മുറി തുറക്കാനാകാതെ ഷൂട്ട് ചെയ്ത് അവർ തുറക്കാൻ ഒരുങ്ങുന്നു. ഒരു വിധത്തിൽ അത് ഷൂട്ട് ചെയ്ത് തുറന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അർണോൾഡിനെ കാണുന്നില്ല. പെട്ടെന്നാണ് അർണോൾഡ് തെറിച്ചു വീഴുന്നത് കാണുന്നത്. സൂസിയുടെ ആക്രമണമേറ്റ് തെറിച്ചു വീണതായിരുന്നു. അവിടെ വെച്ച് തന്നെ അയാൾ മരിച്ചും പോയിരുന്നു. അതിനുശേഷം സൂസി വന്നത് ഡെറിക്കിന്റെയും മറ്റുള്ളവരുടെയും നേരെയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറന്ന് പ്രീസ്റ്റ് അവിടെ എത്തിയിരുന്നു. സൂസി അത് കണ്ട് നീ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രീസ്റ്റും അത് ആരാണെന്ന് മനസ്സിലാക്കാതെ അവളോട് ആരാണ് എന്ന് ചോദിക്കുന്നു. സൂസിക്ക് അത് ഇഷ്ടമാകുന്നില്ല. ദേഷ്യത്തോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മാജിക്കൽ സ്റ്റിക്ക് പ്രീസ്റ്റിന്റെ നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അത് മനസ്സിലാക്കി പ്രീസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഗൺ ഉപയോഗിച്ച് സൂസിയെ തുര വെടിവെക്കുന്നു. തെറിച്ചു പോകുന്ന സൂസി ജനലെല്ലാം തകർത്ത് പുറത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. പ്രീസ്റ്റ് ആകട്ടെ സന്തോഷത്തോടെ ചെന്ന് നോക്കുമ്പോഴാകട്ടെ സൂസിയെ അവിടെ കാണുന്നില്ല. പ്രീസ്റ്റിനെ ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കെന്നും സർജന്റും ഒക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. ടോഡും ഡെറിക്കും ആകട്ടെ മറ്റൊരു സ്ഥലത്ത് കൂടെ രക്ഷപ്പെട്ടു പൊക്കൊണ്ടിരിക്കുന്ന സമയത്തും ഡെറിക്ക് ഒരു റോബോട്ടിനെ പോലെയാണ് നിൽക്കുന്നത്. അവരങ്ങനെ വികാരരഹിതനായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ടോഡ് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ഡെറിക്ക് പറയുകയാണ്, ആ ബോയും മരിച്ചിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. അപ്പോഴേക്കും ഫാറ കാറുമായിട്ട് വരുന്നുണ്ട്. ടോഡാണ് ഒരു വിധത്തിൽ പിടിച്ച് ഡെറിക്കിനെ കാറിന്റെ അകത്തേക്ക് കയറ്റുന്നത്. പിന്നെ കാണിക്കുന്നത് അമാൻഡയാണ്. അമാൻഡ ഇപ്രാവശ്യം വെള്ളത്തിൽ കൈയിടുന്ന സമയത്ത് ഒരുപാട് വിഷൻസ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം എല്ലാവരെയും ക്ലിയർ ആയിട്ട് അമാൻഡയ്ക്ക് കാണുവാൻ സാധിക്കുന്നു. അമാൻഡ പറയുകയാണ്, ഞാൻ അതിൽ വിജയിച്ചു. ഞാൻ എന്റെ സഹോദരനെയും കൂട്ടുകാരെയും ഒക്കെ കണ്ടു. പക്ഷേ പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ബോക്സ് പോലെ എന്തോ വെച്ച മേജിന്റെ വലിയൊരു കെല്ലും ആർമി തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവർ ഇവിടെ എത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? വക്തി വാപ്പൻസി പറയുകയാണ്, അതൊരു ദുസൂചനയാണ്. അവരിവിടെ എത്തുകയാണെങ്കിൽ എല്ലാവരും മരിക്കും. ഈവിള് വിജയിക്കും. പിന്നെ കാണിക്കുന്നത് പാൻഡോട്രോസ്റ്റിനെയും ബാർട്ടിനെയുമാണ്. ബാർട്ട് ചോദിക്കുകയാണ്, നീ എന്താണൊന്നും മിണ്ടാത്തത്? പാൻഡോട്രോസ്റ്റ് പറയുകയാണ്, നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ലേ? അവർ ഇത്രയും ഭക്ഷണ സാധനങ്ങൾ തന്നിട്ടാണ് പോയതെങ്കിൽ തീർച്ചയായും അവർ വലിയ അപകടത്തിലാണ്. മേജ് ഇവിടെ നിന്നുകൊണ്ട് അവന്റെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വാൻഡിമോറിലേക്ക് തിരികെ പോകണം. എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യണം. അതുകൊണ്ട്
അതുകൊണ്ട് നീ എന്നെ പുറത്ത് കടത്തണമെന്ന് ബാർട്ടിനോട് പറയുന്നു. ബാർട്ട് അപ്പോഴും പറയുന്നത് എനിക്ക് നിന്നെ പുറത്ത് കടത്താൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ പാൻഡോട്രോസ്റ്റ് അവളോട് പറയുകയാണ്, നീ അത് വർക്ക് ചെയ്യിപ്പിക്കണം. എന്റെ ആളുകൾ വെറുതെ മരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? നീയും വാൻഡിമോറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലേ? അല്ല എങ്കിൽ ഇവിടെ തന്നെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? നിന്റെ മനസ്സിനോട് തന്നെ നീ ചോദിച്ചു നോക്കൂ, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അത് കേട്ട് ബാർട്ടിന്റെ മൈൻഡ് മാറുന്നുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഫാറയെയും ടോഡിനെയും ഡെറിക്കിനെയും കാണിക്കുന്നു. ഡെറിക്ക് ഇപ്പോഴും മന്നനടിച്ചിരിക്കുകയാണ്. ഫാറയും ടോഡും ഒക്കെ ഡെറിക്ക് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴും അവനൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ടോഡ് പറയുകയാണ്, ഇവനെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ശേഷം ഫാറയോട് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ആ സിറ്റി വിട്ട് തന്നെ പോവുകയാണ് എന്ന് പറയുന്നു. എന്നാൽ ടോഡ് പറയുകയാണ്, ഇല്ല, നമുക്ക് കാർഡനസിന്റെ വീട്ടിലേക്ക് പോകാം. എനിക്ക് വാൻഡിമോറിലേക്ക് പോകണം. അമാൻഡ് അവിടെ ഉണ്ടാകും. ഫാറ അപ്പോൾ അതെല്ലാം തന്നെ അവനുണ്ടായ ഹാലുസിനേഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോഡ് പറയുകയാണ്, പക്ഷേ എല്ലാ സ്ഥലങ്ങളും നമ്മൾ അന്വേഷിച്ചതല്ലേ, അത് മാത്രമല്ലേ അവശേഷിക്കുന്നുള്ളൂ. അവസാനം അവൻ അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ നടക്കട്ടെ എന്ന് കരുതി അവർ കാർഡനസിന്റെ വീട്ടിലേക്ക് പോകുന്നു. അമാൻഡെ ആകട്ടെ ഇതേ സമയം പുറത്തിറങ്ങി കഴിയുമ്പോൾ റൗഡി 3ക്ക് മനസ്സിലാകുന്നു അവൾ വളരെ സാഡ് ആണെന്ന്. കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അമാൻഡ പറയുകയാണ്, എനിക്ക് വളരെ വിചിത്രകരമായിട്ടുള്ള വിഷൻസ് ആണ് ഇപ്പോൾ ഉണ്ടായത്. വലിയൊരു അപകടമാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ സൗത്തിലേക്ക് പോയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കണം, വലിയ ആർമി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന്. അത് കേട്ടപാടെ അമാൻഡയെ കൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ ഞങ്ങൾ അതിന് റെഡിയാണ് എന്ന് പറയുന്നു. ഇത് ഫൺ ആയിരിക്കും എന്ന് പറഞ്ഞൊക്കെയാണ് അവർ ഏറ്റെടുക്കുന്നത്. ടോഡും ഡെറിക്കും ഒക്കെ ആകട്ടെ കാർഡനസിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഡെറിക്ക് ആകട്ടെ ഒന്നിനും താല്പര്യമില്ലാതെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. ടോഡ് അപ്പോൾ ഫാറയോട് നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു കാറ് അങ്ങോട്ട് വരുന്നതായിട്ട് അവർ കാണുന്നു. ഫാറയ്ക്ക് ഉടനെ തന്നെ അത് ആപത്താണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറിക്കിനെയും കൂട്ടി നീ അകത്തേക്ക് കയറാൻ പറയുന്നു. ഡെറിക്കിനെ ഒരു വിധത്തിലാണ് അതിനുശേഷം അകത്തേക്ക് കയറ്റുന്നത്. ഡെറിക്ക് പറയുന്നത് വേറൊന്നുമല്ല, ആ ബോയ് മരിച്ചു, ഇനി നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഒരു കാര്യവുമില്ല എന്നാണ് ഡെറിക്ക് പറയുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പാൻഡോട്രോസ്റ്റ് വന്നു എന്ന് പറയപ്പെടുന്ന മുറിയിലേക്കായിരുന്നു അവർ കയറിയത്. ടോഡ് അവന്റെ കുറെ ആശയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെറിക്കിനോട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവന്റെ ശക്തികൾ ഉപയോഗിച്ച് എന്തെങ്കിലും മാർഗം കിട്ടുമെന്നാണ് ടോഡ് കരുതിയത്. പക്ഷേ ഇപ്പോഴും ഡെറിക്ക് മന്നനടിച്ചു നിൽക്കുകയാണ്. അവനൊന്നും തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഫാറയുടെ അടുത്തേക്കാകട്ടെ വന്നത് വേറെ ആരും ആയിരുന്നില്ല, പ്രീസ്റ്റ് ആയിരുന്നു. ഫാറയോട് അയാൾ ഫാറയെ അറിയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഫാറയും എനിക്ക് നിന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ പ്രീസ്റ്റ് വളരെ നിഷ്പ്രയാസമായിരുന്നു ഒറ്റ ഇടിയിൽ ഫാറയെ ഇടിച്ച് ബോധം കെടുത്തിയത്. അതിനുശേഷം അയാളും അകത്തേക്ക് കയറുന്നു. അകത്ത് കയറി ഉച്ചത്തിൽ ഡെറിക്കിനോട് എന്ന പോലെ അയാൾ പറയുന്നുണ്ട്, നീ കാരണം ഒരുപാട് ആളുകൾ ഇന്ന് മരിച്ചുവെന്ന്. മര്യാദക്ക് കീഴടങ്ങുകയാണെങ്കിൽ ഇനി ആളുകളൊന്നും മരിക്കില്ല എന്ന് പറയുന്നു. ആ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഡെറിക്ക് പറയുകയാണ്, ഫാറ മരിച്ചു എന്നാണ് തോന്നുന്നത്. അടുത്തത് നീയും മരിക്കാൻ പോകുന്നു, നീ എന്നോട് ക്ഷമിക്കണം. ടോഡ് പറയുകയാണ്, ഇല്ല, ഫാറയെ അങ്ങനെ ആർക്കും പരാജയപ്പെടുത്താനാകില്ല. ഫാറ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒളിച്ച് നിന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിരിക്കും. അതിനുശേഷം ടോഡ് പറയുന്നത് ഒരു പക്ഷെ ആ പോർട്ടല് സീലിംഗിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷെ ആ മതിലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് ചാടുന്നുണ്ട്. എന്നാൽ മതിൽ ഇടിച്ച് അവൻ വീഴുകയായിരുന്നു. ആ പോർട്ടല് മതിലൊന്നും അല്ലായിരുന്നു. പാൻഡോട്രോസ്റ്റ് പറഞ്ഞിരുന്നു അവൻ ബെഡിലേക്ക് വന്ന് വീഴുകയായിരുന്നു എന്ന്. ടോഡ് അതേപോലെ ബെഡിലേക്കൊക്കെ വന്ന് വീണ് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വർക്കായില്ല. ഡെറിക്കും നിരാശയോടെ പറയുകയാണ്, ബ്ലാക്ക് വിങ്ങിന്റെ കരങ്ങളിൽ പെടാനായിരിക്കും എന്റെ വിധി. നിരാശയോടെ അവൻ കട്ടിലിൽ കയറി കിടക്കുന്നു. അപ്പോഴേക്കും പ്രീസ്റ്റും പുറത്തു നിന്ന് ഷൂട്ട് ചെയ്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഡെറിക്ക് നിരാശയോടെ കട്ടിലേക്ക് കിടക്കുന്ന സമയത്താണ് അത് പതുക്കെ പൊന്തുന്നുണ്ട് എന്ന് അവന് മനസ്സിലായത്. ടോഡ് ഈ ആശയം നേരത്തെ പറഞ്ഞതാണ്. ആ ബെഡ് മതിലിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് വാൻഡിമോറിലേക്ക് പോകാമെന്ന്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ ആശയം വിട്ടത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഡെറിക്ക് ആ ബെഡിന്റെ ഒരു ഭാഗത്ത് സ്പർശിക്കുന്ന സമയത്ത് അത് മൂവ് ചെയ്യുകയായിരുന്നു. ഇത്രയും നേരം അവനൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ടോഡായിരുന്നു ഒന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്തത്. ഈ ഒരു സംഭവത്തോടു കൂടി അവർക്ക് ഒരു ഹോപ്പ് ഉണ്ടാവുകയും അവർ അവരുടെ സർവ്വബലവും എടുത്ത് ബെഡിന്റെ ആ ഒരു എഡ്ജിൽ പുഷ് കൊടുക്കുന്നു. അതുമൂലം ബെഡ് വീണ്ടും മതിലിലേക്ക് അറ്റാച്ച്ഡ് ആവുകയാണ്. പ്രീസ്റ്റ് ആകട്ടെ അതിനുശേഷമാണ് അകത്തേക്ക് കയറുന്നത്. അകത്ത് കയറി നോക്കുമ്പോൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. സർജന്റിനോടും കെന്നിനോടും ഒക്കെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല പ്രീസ്റ്റിന് ശരിക്കും ദേഷ്യവുമാകുന്നു. പിന്നെ കാണിക്കുന്നത് ബോബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മേജിനെയാണ്. തവളയുടെ രൂപത്തിലുള്ള സ്കോട്ടും അവിടെയുണ്ട്. മേജ് പറയുകയാണ്, ചെറുപ്പം മുതലേ ആളുകളെ ദ്രോഹിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. എന്റെ ലോകത്ത് ഏറ്റവും പവർഫുൾ ഞാനാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. എന്തൊക്കെ ശ്രമങ്ങളാണ് ഞാൻ നടത്തിയത്. നിങ്ങളുടെ ലോകത്ത് നിന്ന് എന്തോരം തോക്കുകളാണ് അങ്ങോട്ട് എത്തിച്ചത്. കുഴപ്പമില്ല, ഇനി ഞാൻ വാൻഡിമോറിലേക്ക് തിരികെ പോകുന്നില്ല. ഈ ലോകത്ത് തന്നെ തുടരുകയാണ്. ഇനി ഇവിടത്തെ ആളുകളെ ടോർച്ചർ ചെയ്യാം. അപ്പോഴേക്കും സൂസി അവിടെ എത്തി പറയുകയാണ്, ഡെറിക്കിനെ ഞാൻ പരാജയപ്പെടുത്തി. ആ കുട്ടിയെ കൊന്നു. ഇനി എന്നെ വാൻഡിമോറിലേക്ക് വിടൂ. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.